മതസൗഹൃദം. കുലശേഖരന്മാർ നാടുവാഴുമ്പോൾ കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രമാക്കിയിട്ടുള്ള ഹിന്ദുമതത്തിനായിരുന്നു സർവ്വ പ്രാമാണ്യമെങ്കിലും ജനങ്ങളിൽ ചേരിതിരിവുണ്ടാക്കുന്ന മതവിരോധം അറിയപ്പെട്ടിരുന്നില്ല. ചേര ചക്രവർത്തിമാർ ഉദാരമായ മതസഹിഷ്ണുതാ നയമായിരുന്നു കൈക്കൊണ്ടത്. അവർ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒട്ടേറെ അവകാശാധികാരങ്ങൾ അനുവദിച്ചു കൊടുത്തതിൽ നിന്നു തന്നെ ഇത് വ്യക്തമാകുന്നു. പ്രോത്സാഹനം നഷ്ടപ്പെടുകയാൽ ജൈന ബൗദ്ധ മതങ്ങൾ ക്ഷയിക്കുകയുണ്ടായെങ്കിലും സമുദായത്തിന്റെ ചില ഘടകങ്ങളിൽ അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവയുടെ സ്വാധീന ശക്തി. ഒരു മതം മറ്റൊരു മതത്തേക്കാൾ മോശമാണെന്ന് ആരും കരുതിയില്ല. അത്ര കണ്ട് വിശാലമായിരുന്നു ജനങ്ങളുടെ മതവീക്ഷണം. ജനസംഖ്യയിൽ ഭൂരിപക്ഷക്കാരായിരുന്ന ഹിന്ദുക്കൾ അന്യമതക്കാരുടെ ക്ഷേത്രങ്ങൾക്കും സംഭാവന നൽകിയിരുന്നു. ബൗദ്ധർ, ജൈനർ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ എന്നീ ഹൈന്ദവേതര വിശ്വാസികളുടെ മതസ്ഥാപനങ്ങളെ ബഹുമാനപൂർവ്വം പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. പൊതുവെ നോക്കിയാൽ കുലശേഖര കാലഘട്ടത്തിലെ മതജീവിതത്തിൽ നാം കാണുന്നത് വിഭിന്ന മതാനുയായികൾക്കിടയിൽ നിലനിന്ന പരസ്പര ധാരണയുടെയും സൗഹൃദത്തിന്റെയും തെളിഞ്ഞ ചിത്രമാണ്. 11ാം ശതകത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായ പരിവർത്തനങ്ങൾ. കുലശേഖര വർമ്മ തൊട്ട് ഭാസ്കര രവിവർമ്മ രണ്ടാമൻ വരെയുള്ള കുലശേഖര ചക്രവർത്തിമാർ ഭരണം നടത്തിയ 9ഉം 10ഉം ശതകങ്ങളിലെ കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിന്റെ ചിത്രമാണ് മുകളിൽ നാം കണ്ടത്. സമാധാനപരമായ രാജ്യകാര്യപ്രവർത്തനങ്ങളിൽ നിന്ന് ചക്രവർത്തിമാരുടെയോ ജനതയുടെയോ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുവാൻ പോന്ന വമ്പിച്ച സാമൂഹിക കലാപങ്ങളോ വിദേശീയ ആക്രമണങ്ങളോ ഒന്നുമില്ലാത്ത സമാധാനവും ശാന്തതയും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ AD 999 ആയപ്പോഴേക്ക് ചോളന്മാർ കേരളത്തിനെതിരായ അവരുടെ ആക്രമണ പരമ്പര ആരംഭിച്ചു. 2 സാമ്രാജ്യ ശക്തികളുടെയും ഉഗ്രമായ പരസ്പര സംഘട്ടനം 11ാം ശതകം മുഴുവൻ നീണ്ടുനിന്നു. ചോള ചേര യുദ്ധം കേരളത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ ദൂരവ്യാപക പരിവർത്തനങ്ങൾ വരുത്തിത്തീർത്തു. യുദ്ധം അവസാനിച്ചപ്പോൾ ഇവിടെ നിലവിൽ വന്ന ജീവന സാഹചര്യം യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപുണ്ടായതിൽ നിന്ന് മൗലികമായും വ്യത്യസ്തമായിരുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ ആ വ്യതിയാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചോളചേര യുദ്ധകാലത്ത് കുലശേഖരന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ സമസ്ത വിഭവങ്ങളും രാജ്യരക്ഷയ്ക്ക് വേണ്ടി സമാഹരിക്കപ്പെട്ടു. ചോളാക്രമണത്തിനെതിരായ സമരത്തിൽ ജനങ്ങളിൽ നിന്ന് ആളും അർത്ഥവും പരമാവധി സംഭരിക്കാൻ ഭരണാധികാരികളെ സഹായിച്ചത് സമുദായത്തിന്റെ ഉന്നത ശ്രേണിയിലിരുന്ന നമ്പൂതിരി ബ്രാഹ്മണരായിരുന്നു. അവരിൽ ഒട്ടേറെ പേർ പരമ്പരാഗതമായ പൗരോഹിത്യവും വൈജ്ഞാനിക വൃത്തിയും ഉപേക്ഷിച്ച് സമരായുധങ്ങളേന്തി നമ്പൂതിരി യുവാക്കന്മാർ വേദാധ്യയനം നടത്തിയിരുന്ന ശാലകളെല്ലാം ആയുധാഭ്യാസ കേന്ദ്രങ്ങളായി. യുദ്ധകാലത്ത് ക്ഷേത്രകാര്യങ്ങളെല്ലാം അവഗണിക്കപ്പെട്ടു. 2 നൂറ്റാണ്ടുകളായി വികസിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രകലകൾ പ്രോത്സാഹനവും സംരക്ഷണവുമില്ലായകയാൽ ക്ഷയിച്ചു തുടങ്ങി. ക്ഷേത്രമന്ദിരങ്ങളും ക്ഷേത്രം വക സ്വത്തുക്കളും യഥാകാലം ശ്രദ്ധിക്കപ്പെടാതായി. വിദ്യാകേന്ദ്രങ്ങളുടെ തിരോധാനവും ക്ഷേത്രങ്ങളുടെ അനാഥാവസ്ഥയും സാംസ്കാരിക രംഗത്ത് ഒരു ദുരന്ത നിശ്ചലത വ്യാപിക്കാൻ കാരണമായി തീർന്നു. ചോള ചേര യുദ്ധകാലത്ത് കേരളത്തിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കപ്പെട്ടു. ഇതിന്റെ ഫലമായി ജനങ്ങളുടെ സ്വഭാവത്തിലും വീക്ഷണഗതിയിലും ഒരു മൗലിക വ്യതിയാനം വന്നുചേർന്നു. പല വർഗക്കാരും തങ്ങളുടെ പരമ്പരാഗതമായ ജീവിതവൃത്തികൾ കൈവിട്ട് ആയുധങ്ങൾ അണിയേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിലുടനീളം കളരികൾ സ്ഥാപിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ്. പുതുതായി സൈനിക സേവനത്തിൽ ഏർപ്പെട്ടവർക്ക് ഈ കളരികളിൽ ആയുധാഭ്യാസം നൽകി. കളരികളുടെ സ്ഥാപനത്തോടൊപ്പം ചാവേർപ്പട എന്നൊരു പുതിയ സൈന്യ വിഭാഗവും ഉടലെടുത്തു. സായുധ സൈന്യത്തിലെ ഏറ്റവും മികച്ച പൗരുഷശാലികളാണ് ചാവേർ പടയാളികളായത്. കൊല്ലുക അല്ലെങ്കിൽ ചാവുക എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. യുദ്ധത്തിന്റെ ഇരമ്പിക്കയറ്റത്തെ ചോളന്മാർക്കെതിരായി മാറ്റിയത് കേരളത്തിന്റെ ചാവേർപ്പടയായിരുന്നു. ചോള ചേര യുദ്ധം കേരളത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവിതത്തിൽ നമ്പൂതിരി ബ്രാഹ്മണരുടെ സ്വാധീന ശക്തിയെ വമ്പിച്ച തോതിൽ വളർത്തുകയുണ്ടായി. ഈ യുദ്ധകാല സംഭവ വികാസങ്ങൾക്കിടയിലാണ് കേരളത്തിന്റെ ജന്മി സമ്പ്രദായം ആവിർഭവിച്ചത്. 9ഉം 10ഉം നൂറ്റാണ്ടുകളിൽ പരോപകാര തൽപരരായ ജനങ്ങളും സമ്പന്നരായ കച്ചവടക്കാരും ധാരാളം ഭൂസ്വത്ത് ക്ഷേത്രങ്ങൾക്കും അവയുമായി ബന്ധപ്പെട്ട വിദ്യാശാലകൾക്കും നൽകിയിരുന്നു. ക്ഷേത്രങ്ങളുടെ ഊരാളന്മാരായിരുന്ന ബ്രാഹ്മണർ ചോള ചേര യുദ്ധകാലത്ത് ഈ സ്വത്തൊക്കെ ദുർവിനിയോഗം ചെയ്യുകയും ആദായം സ്വന്തമാക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ ആപൽക്കരമായ ഒരു ഘട്ടത്തിൽ സാധാരണ ജനങ്ങളിൽ അസംഖ്യം പേർ തങ്ങളുടെ ഭൂസ്വത്ത് മുഴുവനും ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും കൈമാറ്റം ചെയ്യുകയുണ്ടായി.
യുദ്ധത്തിന്റെ കെടുതികൾ ബ്രഹ്മസ്വവും ദേവസ്വവുമായ വസ്തുവകകളെ ബാധിക്കുകയില്ലെന്നും നികുതിയിൽ നിന്നൊഴിയാമെന്നും കരുതിയാണ് അവർ അങ്ങനെ ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ജന്മി സമ്പ്രദായം രൂപം കൊണ്ടതും ചില നമ്പൂതിരിമാർ അസാമാന്യ സ്വാധീന ശക്തിയുള്ള വൻകിട ജന്മികളായി തീർന്നതും. മക്കത്തായത്തിന്റെ കാലക്രമേണയുള്ള തിരോധാനവും മരുമക്കത്തായത്തിന്റെ ആവിർഭാവവുമാണ് ചോളചേര യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫലം. കേരളത്തിൽ പണ്ടുപണ്ടേയുള്ള ദായക്രമം മരുമക്കത്തായമാണെന്നും പ്രാചീന കേരളത്തിൽ ഒരിക്കലും മക്കത്തായം നടപ്പിലുണ്ടായിരുന്നില്ലെന്നും ഗതാനുഗതമായ ഒരു ധാരണയുണ്ട്. ഇത് ശരിയല്ല. പ്രാചീന കാലത്ത് കേരളം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളോ ഭൂമിശാസ്ത്രകാരന്മാരോ 13ാം ശതകം വരെ ഇവിടെ മരുമക്കത്തായം നിലവിലുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഫ്രിയാർ ജോർഡനസ് ആണ് 1324 കേരളത്തിൽ മരുമക്കത്തായമുള്ളതായി പറയുന്ന ആദ്യത്തെ വിദേശ സന്ദർശകൻ. അദ്ദേഹത്തെ തുടർന്ന് കേരളത്തിൽ വന്നിട്ടുള്ള മറ്റു സഞ്ചാരികളും തങ്ങളുടെ വിവരണങ്ങളിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന മക്കത്തായത്തിന്റെ സ്ഥാനത്ത് പിന്നീട് നടപ്പിലായതാണ് മരുമക്കത്തായമെന്ന് വിദേശ ലേഖകന്മാരുടെ ഈ വിവരണങ്ങളിലെ തെളിവുകൾ വ്യക്തമാക്കുന്നു. 11ാം ശതകത്തിൽ ചോളചേര യുദ്ധം ഉളവാക്കിയ അസാധാരണ പരിതസ്ഥിതിയിലാണ് കേരളത്തിൽ മക്കത്തായം ക്രമേണ ക്ഷയിച്ച് മരുമക്കത്തായം നിലവിൽ വന്നതെന്ന് കരുതാം. ആ യുദ്ധകാലത്ത് നമ്പൂതിരി ബ്രാഹ്മണർക്ക് രാഷ്ട്രീയമായും മതപരമായും കൈവന്ന പ്രാമാണ്യവും ജന്മിമാരെന്ന നിലയിൽ അവർക്ക് ലഭിച്ച വമ്പിച്ച സാമ്പത്തികാധികാരവും ചോളാക്രമണത്തെ നേരിടാൻ ഏർപ്പെടുത്തിയ നിർബന്ധിത സൈനിക പരിശീലനവും ചാവേർപ്പടയുടെ രൂപവൽക്കരണവും നമ്പൂതിരിമാരുടെ സംബന്ധമേർപ്പാടുമാണ് AD 11ാം ശതകത്തിൽ കേരളത്തിലെ ജനങ്ങളെ മരുമക്കത്തായം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച മുഖ്യ സാഹചര്യങ്ങൾ. ചോളചേര യുദ്ധം കേരളത്തിന്റെ വിദേശ ബന്ധങ്ങളെ വിച്ഛേദിക്കുകയും തൽഫലമായി വിദേശ വാണിജ്യത്തിൽ നിന്നുണ്ടായിരുന്ന വരവ് കുറയുകയും ചെയ്തു. നേരത്തെ വിദേശ വാണിജ്യത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരുന്ന പലരും രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ ചേരുകയുണ്ടായി. തന്നിമിത്തം കുലശേഖര ഭരണത്തിന്റെ പൂർവ്വഘട്ടത്തിലുണ്ടായിരുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഇപ്പോൾ ഒരു പഴയ കഥയായി തീർന്നു. നീണ്ടുനിന്ന ചോളചേര സംഘട്ടനത്തിനിടയ്ക്ക് കേരളത്തിലെ സമൂഹഘടനയും നീണ്ടുനിന്ന ചോളചേര സംഘട്ടനത്തിനിടയ്ക്ക് കേരളത്തിലെ സമൂഹഘടനയും പൂർവാധികം സങ്കീർണമായി തീർന്നു. ജൈന ബുദ്ധമതങ്ങൾ കേരളത്തിൽ നിന്ന് മറയുകയും ഹിന്ദു സമുദായം ജാതികളുടെയും ഉപജാതികളുടെയും അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെതായ പുതിയ യുഗം ആരംഭിച്ചു. ഇതോടെ പൂർവ്വകാലത്ത് രാജ്യത്തെ ഒന്നിച്ചു നിർത്തിയിരുന്ന ആഭ്യന്തരൈക്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും ബന്ധങ്ങൾ അറ്റുപോകാൻ ഇടയായി. തൽസ്ഥാനത്ത് ഭിന്നതയും ശൈഥില്യവും പ്രത്യക്ഷപ്പെട്ടു. മുകളിൽ പറഞ്ഞ സാമൂഹിക സാമ്പത്തിക വ്യതിയാനങ്ങൾക്ക് പുറമെ 11ാം ശതകത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഐക്യം തകരുകയും ചെയ്തു. മുമ്പിലത്തെ 2 നൂറ്റാണ്ടുകളിൽ കുലശേഖരന്മാരുടെ കേന്ദ്രീകൃത ഭരണത്തിൽ കേരളം സമാനഭാവമായ ഒരൊറ്റ സാമ്രാജ്യമായിരുന്നു. അന്ന് കേന്ദ്രഭരണത്തിന്റെ സുശക്തമായ നിയന്ത്രണത്തിലാണ് നാടുവാഴികൾ ഭരണം നടത്തിയിരുന്നത്. ഏതായാലും യുദ്ധം മൂലം നിലവിൽ വന്ന അസാധാരണ സ്ഥിതിഗതികളിൽ 11ാം നൂറ്റാണ്ടിൽ കേന്ദ്രാധികാരം ദുർബലമാവുകയും ശിഥിലീകരണ പ്രവണതകൾ വളർന്നുവരികയും ചെയ്തു. ഈ സാഹചര്യം നാടുവാഴികൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം ഉറപ്പിച്ചെടുക്കാൻ അനുകൂലമായിരുന്നു. ആകയാൽ കുലശേഖര ഭരണത്തിന്റെ ഉത്തരഘട്ടത്തിൽ ഒട്ടേറെ ചെറുകിട രാജ്യങ്ങൾ കേരളത്തിലെങ്ങും ഉയർന്നുവരികയുണ്ടായി. 11ാം ശതകത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായി സംഭവിച്ച ദൂരവ്യാപകമായ ഈ മാറ്റങ്ങൾ വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലെ കേരള ചരിത്രത്തിന്റെ ഗതിയെ സാരമായി ബാധിച്ചു.